നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. മൈക്രോപ്രോസസർ പാർട്ട് 3 ആണ്. മൈക്രോപ്രോസസർ പാർട്ട് 3യിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ററപ്റ്റ്സിനെ പറ്റിയാണ്. എന്താണ് ഇന്ററപ്റ്റ്സ് എന്നുള്ളത്? ഇന്ററപ്റ്റ്സ് ഇതിനകത്തൊരു ഒരു ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തൊക്കെയാണ് കോമ്പറ്റേറ്റീവ് എക്സാം ബേസ് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇന്ററപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മൈക്രോപ്രോസസർ ആണ്. സപ്പോസ് ദിസ് ഈസ് എ മൈക്രോപ്രോസസർ. ഇത് മൈക്രോപ്രോസസർ ആണ്. And this is the input-output device. Input-output device. നമ്മുടെ മൈക്രോപ്രോസസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു IC ആണല്ലേ. ഇത് ഹൈ സ്പീഡ് ആണ്. ഹൈ സ്പീഡ് ഡിവൈസ് ആണ് അല്ലെങ്കിൽ ഹൈ സ്പീഡ് പ്രോസസർ ആണ്. IO ഡിവൈസ് പറയുമ്പോഴത്തേക്കും അത് സെമി കണ്ടക്ടർ ഡിവൈസ് ആയിരിക്കും അല്ലേ. SSD സെമി കണ്ടക്ടർ ഡിവൈസ് ആയിരിക്കും. അപ്പം എന്തായിരിക്കും? കമ്പയർഡ് ടു MUP ഇതിന് എന്തായിരിക്കും? സ്പീഡ് കുറവായിരിക്കും, ലെസ് സ്പീഡ് ആയിരിക്കും അല്ലേ. സോ ഇപ്പം മൈക്രോപ്രോസസർ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെ, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൈക്രോപ്രോസസറിനാണെങ്കിൽ സ്പീഡ് അല്ല ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇറ്റ് വിൽ ടേക്ക് ടൈം ടു റെസ്പോണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ടേക്ക് ടൈം ടു റെസ്പോണ്ട് ടു ദ ക്വയറി ബൈ ഈ മൈക്രോപ്രോസസർ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അങ്ങനെ തിരിച്ചത് റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളതിന് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് എന്തായിരിക്കും? അപ്പം നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ അയാൾക്ക് ആ സമയത്ത് ആൻസർ പറയാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് ഓക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് അത് എന്താ പറയുക ആൻസർ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലാസ് റെസ്യൂം ചെയ്തു. എൻ്റെ ക്ലാസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ടോപ്പിക് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടി തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു, സാർ എനിക്കിത് ഇതാണ്, സാർ എനിക്ക് അതിൻ്റെ ആൻസർ കിട്ടി, ഞാനത് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കാം. അപ്പം ദാറ്റ് മീൻസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന നോർമൽ ക്ലാസ്സിനെ ആ കുട്ടി വന്ന് ഇന്ററപ്റ്റ് ചെയ്യുകയാണ്. കാര്യം ഞാൻ അയാളുടെ അടുത്ത് ആദ്യമേ ക്വസ്റ്റ്യൻ ചോദിച്ചു, പക്ഷെ അയാൾക്ക് സ്പീഡ് ഇല്ലാത്തത് കൊണ്ട് എന്തായിരിക്കും, അയാൾ റെഫർ ചെയ്ത ശേഷം അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി അത് ഇന്ററപ്റ്റ് ചെയ്തു. അതിനാണ് നമ്മൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഈ മൈക്രോ പ്രോസസർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന്റെ അടുത്ത് ഒരു ഇൻഫർമേഷൻ ചോദിച്ചു. അപ്പോഴത്തേക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന്റെ സ്പീഡ് കുറവാണ്. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? മൈക്രോ പ്രോസസർ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം വന്നിട്ടില്ല, നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് റെസ്പോണ്ട് വന്നിട്ടില്ല. എന്ത് ചെയ്യും? മൈക്രോ പ്രോസസർ വിൽ ഗോ ഫോർ എക്സിക്യൂട്ടിംഗ് ദ അനദർ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇത് ഈ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളുടെ മുന്നേ ചോദിച്ചിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ത് ചെയ്യുന്നത്? റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. Therefore this is called interrupt. അത് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കണക്കി ക്ലാസ് എടുക്കുന്ന കാര്യം ഓർത്താൽ മതി. ഇന്ററപ്റ്റ്. അപ്പോൾ അതിനാണ് നമ്മൾ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ മെയിൻലി രണ്ട് ഇന്ററപ്റ്റ് ഉണ്ട്. ഒന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഹാർഡ്വെയർ ഇന്ററപ്റ്റ്. വൺ ഇറ്റ് ഈസ് ഹാർഡ്വെയർ ഇന്ററപ്റ്റ് ആൻഡ് നെക്സ്റ്റ് ഈസ് എന്തായിരിക്കും? സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്. Interrupts are of two types: hardware interrupt and software interrupt. എന്താണ് ഹാർഡ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇൻ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്, that interrupt it is coming directly by hardware device like input output device അല്ലെങ്കിൽ ഫിസിക്കൽ സിഗ്നൽ അല്ലെങ്കിൽ ട്രിഗർ, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളിപ്പം ഹാർഡ്വെയർ ഇന്ററപ്റ്റ് നമ്മൾ ഇൻപുട്ട് ഡിവൈസിൻ്റെ അടുത്ത് ചോദിച്ചു. ഇൻപുട്ട് ഡിവൈസ് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ വന്ന് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചോദിച്ച ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാറ്റ് ഈസ് കാൾഡ് ഹാർഡ്വെയർ ഇന്ററപ്റ്റ്. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ദാറ്റ് ഇന്ററപ്ഷൻ ടേക്സ് പ്ലേസ് ഇൻസെൽഫ് ഇൻ ദ പ്രോസസർ. പ്രോസസറിനകത്ത് നടക്കുന്ന ഇന്ററപ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. Therefore ഹാർഡ്വെയർ ഇന്ററപ്റ്റ് എന്തായിരിക്കും? Hardware interrupt coming directly via hardware interrupts are those interrupt coming directly by physical signal hardware or physical signal hardware or a trigger signal ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത ഇന്ററപ്റ്റ് ആണെന്ന് പറയും ഹാർഡ്വെയർ ഇന്ററപ്റ്റ് പറയും. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്തായിരിക്കും? ദി ഇന്ററപ്റ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഇറ്റ്സെൽഫ് ഇൻ ദ MUP അല്ലേ. ഇന്ററപ്റ്റ് ടേക്സ് പ്ലേസ് ഇറ്റ്സെൽഫ് ഇൻ MUP, ടേക്സ് പ്ലേസ് ഇറ്റ്സെൽഫ് ഇൻ മൈക്രോ പ്രോസസർ അല്ലേ. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റർ എന്ന് പറയുന്നത്. Therefore interrupter means interrupter of two types: hardware interrupter and software interrupter.
അപ്പോൾ നമുക്ക് നമ്മളുടെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്പർ ഓഫ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എത്ര നമ്പർ ഓഫ് therefore number of hardware interrupts is equal to 5 numbers of hardware interrupts. Therefore number of hardware interrupts is equal to 5 numbers. ഏതൊക്കെയാണ്? trap ഒരു ഹാർഡ്വെയർ ഇന്ററപ്റ്റ് ആണ്. അടുത്തെന്തായിരിക്കും? RST 7.5. RST means റീസ്റ്റാർട്ട് എന്നാണ് അർത്ഥം കേട്ടോ. RST 7.5, നെക്സ്റ്റ് RST 6.5, then RST 5.5, RST 5.5 and then INTR. ഇനി സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് ഏതൊക്കെയായിരിക്കും? These are hardware interrupts. And what is about software interrupts? Software interrupts ഏതൊക്കെയായിരിക്കും? RST 02, RST 0, RST 1, RST 1 up to RST 7. ഇതായിരിക്കും സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ്. നമ്പർ ഓഫ് ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് 5, സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് എത്ര? ഫ്രം 0 to RST 0 to 7 ആണ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് വരെ പറയുകയാണ്. എന്തായിരിക്കും? മൈക്രോ പ്രോസസർ ഉണ്ട് അല്ലെ? മൈക്രോപ്രോസസർ ഉണ്ട്, ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലെ? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മൈക്രോപ്രോസസർ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യമേ നമ്മൾ ഇൻഫർമേഷൻ ചോദിക്കണം അല്ലേ? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് സ്ലോ ആയിരിക്കും. സ്ലോ ആണ് നമ്മൾ പറഞ്ഞു. എന്തായിരിക്കും? മൈക്രോപ്രോസസർ വാണ്ട്സ് സം ഇൻഫർമേഷൻ ഫ്രം ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. സിൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് സ്ലോ, എന്തായിരിക്കും? ഇറ്റ് വിൽ ടേക്ക് ടൈം അല്ലെ? ഇറ്റ് വിൽ ടേക്ക് ടൈം ടു റെസ്പോണ്ട്. വൺസ് ദ ഇന്ററപ്റ്റ് റിസീവ്ഡ് ബൈ ദ MUP, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഫ്റ്റർ സം ടൈം എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അല്ലെ? ദാറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റെസ്പോണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇന്ററപ്റ്റ് വന്ന് എന്ത് ചെയ്യാണ്? റെസ്പോണ്ട് ചെയ്യാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റെസ്പോണ്ട് ചെയ്യാണ്. ഇതിനാണ് നമ്മൾ ഇന്ററപ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. സോ വൺസ് ഈ ഇന്ററപ്റ്റ് വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? ഹൗ മൈ പ്രോസസർ ഈസ് ഗോയിങ് ടു ബി റെസ്പോണ്ട്. ദെർഫോർ എന്തായിരിക്കും? once the MUP receives the interrupter അല്ലെ? once the microprocessor receives the interrupt എന്തായിരിക്കും സംഭവിക്കുക? once the microprocessor receives the interrupt എന്തായിരിക്കും? it will complete the current instruction cycle. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണോ അതെന്ത് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ it will complete the current instruction cycle. അല്ലെ? then അടുത്തതായിരിക്കും വരിക. then the interrupt received by the MUP എന്തായിരിക്കും? interrupt received by the MUP will transfer to IO device. Input output device. ആ റിസീവ് ചെയ്ത ഇന്ററപ്റ്റ് it will transfer to എങ്ങോട്ട് കൊടുക്കും? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് where branches at some and where branches at എന്തായിരിക്കും? and where branches at one location called എന്തായിരിക്കും? called vector location. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് കൊടുക്കുന്ന ഇന്ററപ്റ്റിനെ എന്ത് ചെയ്യും? നമ്മളുടെ മൈക്രോ പ്രോസസറിന്റെ ഇന്ററപ്റ്റ് റിസീവ് ചെയ്യുന്ന സിഗ്നൽ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് വിൽ കംപ്ലീറ്റ് ദ കറന്റ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. എന്നിട്ട് എന്ത് ചെയ്യും? ഇന്ററപ്റ്റ് റിസീവ് ചെയ്ത ശേഷം എന്ത് ചെയ്യും? ഇറ്റ് വിൽ ട്രാൻസ്ഫർ ടു ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അങ്ങോട്ട് തന്നെ കൊടുക്കും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലൂടെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ആൻഡ് ദെൻ ഇറ്റ് വിൽ എന്തായിരിക്കും? it will branch to one location. It will shift to one location in the input output device and that location is called vector location. So ഇനി നമുക്ക് അപ്പോൾ വെക്ടർ ലൊക്കേഷൻ നമ്മൾ പറയാണ്. ഇപ്പോൾ ഇന്ററപ്റ്റ് വന്നു, ഇന്ററപ്റ്റ് MUP ചോദിച്ചു, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റെസ്പോണ്ട് ചെയ്തു, അത് ഇന്ററപ്റ്റ് വിളിച്ചു. ആ ഇന്ററപ്റ്റിന് എന്ത് ചെയ്യും? ആ ഇന്ററപ്റ്റ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? MUP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണോ അത് കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ഇന്ററപ്റ്റ് വാങ്ങിച്ച ശേഷം എന്ത് ചെയ്യും? തിരിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന്റെ ലൊക്കേഷൻ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ലൊക്കേഷൻ നമ്മൾ വെക്ടർ ലൊക്കേഷൻ നമ്മൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ വെക്ടർ ലൊക്കേഷൻ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഹാർഡ്വെയർ ഇന്ററപ്റ്റ് നമ്മൾ പറഞ്ഞു എന്തായിരിക്കും? ട്രാപ്പ് അല്ലെ? ട്രാപ്പ് RST 7.5,
RST 6.5, RST 5.5 and INTR അല്ലേ? RST 5.5 and INTR. Then what is the address? RST 7.5 RST 7.5 എത്ര ആയിരിക്കും വരിക? 00 vector location 3CH. This is a vector location. It is a vector location. RST 6.5 vector location എത്ര വരുന്നത്? 0034 hexa. 0034 hexa. RST 5.5 എത്ര വരുന്നത്? 002C hexa. 002C hexa. നമുക്ക് ഇതെങ്ങനെ നമുക്കിപ്പോൾ 7.5 3.34 എന്നുള്ള രീതി നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഫോർ എക്സാമ്പിൾ നമുക്ക് 7.5 RST കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും വെക്ടർ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എന്ത് ചെയ്യുക? 7.5 എന്ത് ചെയ്യുക? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7.5 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 600 കിട്ടും. ഈ 600 എന്ത് ചെയ്യുക? 600 നമ്മൾ എന്ത് ചെയ്യുക? 7.5 8 600 അല്ല 60 കിട്ടും അല്ലേ? സോറി 60 കിട്ടും. So 7.5 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. Therefore 60 എന്ത് ചെയ്യുക? 60 ഡിവൈഡ് ബൈ 16 ചെയ്യുക അല്ലെ? ഡിവൈഡ് ബൈ 16 ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? 16 3s are 48. ബാക്കി 12 വരും. 12 3c അല്ലെ? അപ്പോൾ എന്തായിരിക്കും വരിക? ഇതിനെ നമ്മൾ ഹെക്സയിലിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 00 അപ്പോൾ 003c നമുക്ക് കിട്ടും. കണ്ടോ? ഇങ്ങനെയായിരിക്കും നമ്മൾ RST 7.5 കണ്ടുപിടിക്കുന്നത്. വെക്ടർ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Therefore it is equal to എന്തായിരിക്കും? 003CH. സെയിം കണക്ക് തന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? RST 6.5 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 6.5 × 8 ചെയ്യുക. എത്രയായിരിക്കും വരിക? 6.5 × 8 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് കിട്ടും. ആ കിട്ടുന്നതിന് എന്ത് ചെയ്യുക? ആ കിട്ടുന്ന എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എന്താ? എക്സ് എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്നിട്ട് അതിനെ എക്സൈലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ ഹെക്സാഡെസിമൽ രൂപത്തിൽ നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.5 വെക്ടർ ലൊക്കേഷൻ കിട്ടും. ഈ ട്രാപ്പ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ട്രാപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? ട്രാപ്പ് മീൻസ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് RST എന്തായിരിക്കും? RST 4.5 ആണ് ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എന്തായിരിക്കും? 4.5 × 8 ഡിവൈഡ് ബൈ അത് ചെയ്യുക. ഡിവൈഡ് ബൈ 60 ചെയ്തിട്ട് ഹെക്സാഡെസിമൽ രൂപത്തിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടും 000024 hexa എന്ന് പറഞ്ഞു കിട്ടും. So this is the vector location. Vector location of trap, vector location of RST 7.5 എന്തായിരിക്കും? 6.5 ന്റെ 0034 hexa and 5.5 ന്റെ എന്തായിരിക്കും? 0.002c hexa എന്ന് വരും അല്ലേ? And very important INTR. What is INTR? It is a non-vector interrupt. It is a non-vector interrupt. തന്നിരിക്കുന്ന ഇന്ററപ്റ്റുകളിൽ ഏതാണ് നോൺ വെക്ടർ ഇന്ററപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക. ഏതായിരിക്കും? The non-vector interrupt is INTR. It is a non-vector interrupt. Very important point. INTR is a non-vector interrupt. That means what is it mean? That means it doesn't have any fixed location. That is, it doesn't have any fixed location. That is INTR. That interrupt doesn't have any fixed location and it's a non-vector interrupt എന്ന് നമുക്ക് പറയുന്നത്. എന്താണ് INTR? നമുക്ക് INTR significance എന്താണ്? INTR means what is the significance of INTR? INTR means ഇപ്പോ ഞാൻ പറയാണ് the INTR ന്റെ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് പറയാണ് ഫസ്റ്റ് എടുക്കാണ് PIC പ്രോഗ്രാമബിൾ. ഇറ്റ് ഇസ് കാൾഡ് പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർ. ഈ പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൈക്രോ പ്രോസസറും നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് തമ്മിൽ ഇന്റർഫേസ് ചെയ്യുന്ന യൂണിറ്റ് നമ്മൾ പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർ എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർക്ക് ഈ യുപിയും IO ആയിട്ടുള്ള ഇന്റർഫേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ററപ്റ്റ് ആയിരിക്കും INTR എന്ന് പറഞ്ഞ ഇന്ററപ്റ്റ്. Therefore INTR is in the interrupt is used to control can handle the input output device. That is INTR interrupt can handle input output device through PIC controller അല്ലെങ്കിൽ programmable interrupt controller. Where PI is called എന്തായിരിക്കും? Programmable. Where PI is called programmable interrupt controller എന്ന് പറയുന്നത്. Where PIC is called programmable interrupt controller. എന്തായിരിക്കും? Therefore INTR it works as an interface between എന്തായിരിക്കും? Microprocessor and input output device നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയാണ് എന്തായിരിക്കും? ഇപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഒരുപാട് ഇന്ററപ്റ്റ്സ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഹാർഡ്വെയർ ഇന്ററപ്റ്റ് പഠിച്ചു, സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് പഠിച്ചു അല്ലെ? ഇപ്പൊ ഹാർഡ്വെയർ ഇപ്പം ഒരുപാട് ഇന്ററപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ വിച്ച് ഇന്ററപ്റ്റർ ഹാസ് ടു എന്തായിരിക്കും?
If more interrupts are reaching to a microprocessor only, then which interrupts has to be has to be processed first. അങ്ങനാണെങ്കിൽ എന്തായിരിക്കും ഫസ്റ്റ് ഓർത്ത് വയ്ക്കുക, നമ്മൾ പഠിച്ചിട്ടുള്ള ഇന്ററപ്റ്റ് ഒക്കെ എഴുതി നോക്കുക. ട്രാപ്പ് ഉണ്ട്, അതിനകത്ത് എന്തായിരിക്കും പിന്നെന്താ RST 7.5, RST 7.5, RST 6.5, RST 5.5, പിന്നെന്തായിരിക്കും വരിക RST 6.5, RST 5.5, പിന്നെന്തായിരിക്കും വരിക INTR ഇടുന്നുണ്ടല്ലേ, INTR. Therefore, out of this, ഇതായിരിക്കും high priority ഉള്ളത് ട്രാപ്പിനാണ് highest priority because എന്തായിരിക്കും number of interrupts are coming. ഈ 5 interrupts ഏതെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ 5 ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി? ട്രാപ്പിനായിരിക്കും പ്രയോറിറ്റി കൂടുന്നത്. പിന്നെ എന്തായിരിക്കും, പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും പ്രയോറിറ്റി കുറയും. ദാറ്റ് മീൻസ് ദിസ് ഇസ് ദ ലീസ്റ്റ് പ്രയോറിറ്റി. Therefore, INTR is the least priority. Very important point ആണ്, ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചിട്ടുണ്ട്. Which of the following interrupt are having high priority? Trap is having high priority and എന്തായിരിക്കും INTR is having the least priority. So it is very important, high priority and it is least priority. Therefore the priority എന്തായിരിക്കും ചിലപ്പം 6.5, 5.5, 7.5 തന്നിട്ട് ഏതായിരിക്കും പ്രയോറിറ്റി കൂടുതൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും 7.5 ആയിരിക്കും പ്രയോറിറ്റി കൂടുതൽ. ട്രാപ്പ് ഉണ്ടെങ്കിൽ വേറെ നോക്കേണ്ട കാര്യമില്ല, ട്രാപ്പ് ആയിരിക്കും പ്രയോറിറ്റി കൂടുതൽ. സോ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഹയസ്റ്റ് പ്രയോറിറ്റി ഇന്ററപ്റ്റ് ഈസ് ട്രാപ്പ്, ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് പോയിന്റ്, റിമെമ്പർ മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ടൈപ്പ്. ദെൻ എന്തായിരിക്കും മാസ്കബിൾ and non-maskable type. Maskable and non-maskable. ഇവിടെ എന്തായിരിക്കും, ഇവിടെ നമ്മൾ പറയാണ് 5 ഇന്ററപ്റ്റ് നമ്മൾ എഴുതാണ്. ട്രാപ്പ് RST 7.5, RST 6.5, RST 5.5, ഇവിടെ എന്തായിരിക്കും INTR. So, what is meant by maskable and what is meant by non-maskable? What is meant by non-maskable? See, ഇപ്പോൾ നമ്മൾ എന്താണ് മാസ്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, therefore ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഞാൻ പറയാണ്, ഇപ്പോൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. This is input output device and this is a microprocessor. This is our microprocessor. Then on RST 6.5 എന്ന് പറഞ്ഞൊരു interrupt, it is coming from the input output devices. So this interrupt it can be accepted or it can accept by the microprocessor, it may not be accepted by the microprocessor. MUP may accept or or may not accept because RST 6.5 is a maskable type interrupt. കാര്യം എന്തായിരിക്കും, RST 6.5 is a maskable type interrupt എന്ന് പറഞ്ഞാൽ if MUP എന്ന് പറയുന്നത് എന്തായിരിക്കും, if MUP in the microprocessor, ഞാൻ പറയാണ് മൈക്രോപ്രോസസറിൽ if DI എന്ന് പറഞ്ഞാൽ that means disable interrupt എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ disable interrupt എന്ന് പറഞ്ഞ interrupt ആണ് enable ആവുന്നതെങ്കിൽ, that means disable interrupt option is enabled, then MUP എന്തായിരിക്കും, MUP rejects എന്തായിരിക്കും 6.5, അല്ലെങ്കിൽ MUP rejects the microprocessor rejects the interrupt എന്ന് പറയാൻ പറ്റും. Therefore, അപ്പൊ അങ്ങനെയുള്ള ഇന്ററപ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഇന്ററപ്റ്റ് ഹൂസ് ഓപ്പറേഷൻ ഈസ് ഫുള്ളി കൺട്രോൾഡ് ബൈ ഇനേബിൾ ആൻഡ് ഡിസേബിൾ. അപ്പം ഈ മൈക്രോപ്രോസസർ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഇനേബിളിംഗ് ദ ഓപ്ഷൻ ഓഫ് എന്തായിരിക്കും EI എന്ന് പറയുന്നത്, ഇനേബിളിംഗ് ദ ഓപ്ഷൻ ഓഫ് അക്സെപ്റ്റിംഗ് ഇൻപുട്ട് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇന്ററപ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ RST 6.5 എന്ന് പറഞ്ഞ ഇന്ററപ്റ്റിനെ ആര് അക്സെപ്റ്റ് ചെയ്തുള്ളൂ, നമ്മളെ മൈക്രോപ്രോസസർ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. Therefore, we can say that എങ്ങനെ പറയാൻ പറ്റും, the interrupter whose an interrupt whose operation under the control of enable and disable ആണെങ്കിൽ നമ്മൾ എന്ത് പറയാൻ പറ്റും, it's called a maskable type interrupt. Therefore, an interrupt whose operation depends on, അല്ലെങ്കിൽ whose operation is under the control of എന്തായിരിക്കും enable and disable അങ്ങനാണെങ്കിൽ that interrupt is called എന്തായിരിക്കും maskable type interrupt. Therefore, ഓർത്ത് വെക്കുക എന്തായിരിക്കും, നമ്മുടെ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിനകത്ത് എന്താണ്
7.5 RST 7.5 എന്തായിരിക്കും മാസ്കബിൾ ആണ്. RST 6.5 it is maskable, 5.5 is maskable, and INTR is maskable. And thing is that then trap എന്തായിരിക്കും വരിക? The trap is the only non-maskable interrupt. Trap is non-maskable. Therefore, trap is non-maskable. സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മാസ്കബിൾ ടൈപ്പ് ഇന്ററപ്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മാസ്കബിൾ ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ മാസ്കബിൾ? അപ്പൊ എന്തായിരിക്കും മാസ്കബിൾ ടൈപ്പ് ഇന്ററപ്റ്റ് ഓർത്ത് വെക്കുക. എന്തായിരിക്കും ട്രാപ്പ് നോൺ മാസ്കബിൾ ആണ്, ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും മാസ്കബിൾ ടൈപ്പ് ആണ്. ദാറ്റ് മീൻസ് വൈ ദ ട്രാപ്പ് ഈസ് കാൾഡ് നോൺ മാസ്കബിൾ? ബിക്കോസ് എന്തായിരിക്കും irrespective of enable and disable, VP has to accept the trap. That means why? Because irrespective of enable and disable, enable ആണോ ഡിസേബിൾ ആണോ പ്രോസസർ എന്ത് ചെയ്ത് വെച്ചിട്ടും കാര്യമില്ല. എന്തായിരിക്കണം? The processor has to accept the trap, has to accept എന്തായിരിക്കും accept the trap interrupt. Therefore it is called, therefore trap is a non maskable. What is in maskable type? Therefore if the interrupt whose operation is under the control of enable and disable is called a maskable type interrupt. An interrupt whose operation it is irrespective of enable and disable, it is called non maskable interrupt. So out of the five interrupt, trap is the non maskable interrupt. So this is important. So this point is important. Then priority is also very important. Then next നമ്മൾ പറയാൻ പോകുന്നത് next is triggering. Next is triggering. വീണ്ടും നമ്മൾ എഴുതാണ് ട്രാപ്പ് 4 ഇന്ററപ്റ്റ് 5 ഇന്ററപ്റ്റ് നമ്മൾ എഴുതാണ്. ട്രാപ്പ് RST 7.5, RST 6.5, RST 5.5, INTR. അപ്പോൾ നമ്മൾ പറയുകയാണ് ട്രിഗറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് തരത്തിലുള്ള ട്രിഗറിംഗ് ഉണ്ട്. എന്തായിരിക്കും ഇതെന്തായിരിക്കും? ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ദിസ് ഈസ് കാൾഡ് എഡ്ജ് ട്രിഗറിംഗ്. ദിസ് ഈസ് കാൾഡ് എഡ്ജ് ട്രിഗറിംഗ്. ഇറ്റ് ഈസ് കാൾഡ് എഡ്ജ് ട്രിഗറിംഗ്. ആൻഡ് ഈ ടൈപ്പ് ട്രിഗർ നമ്മൾ എന്താ പറയും? ദിസ് ഈസ് കാൾഡ് ലെവൽ ട്രിഗറിംഗ് എന്ന് പറയും. ദിസ് ഈസ് കാൾഡ് ലെവൽ ട്രിഗറിംഗ്. ലെവൽ ട്രിഗറിംഗ്. സോ ഇനി ഓരോ ഇന്ററപ്റ്റ് വെച്ച് നോക്കിയേ. Therefore നമുക്ക് പറയാൻ പറ്റും ട്രാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാപ്പ് ഈസ് റെസ്പോണ്ടിങ് ടു ബോത്ത് എഡ്ജ് ആൻഡ് ലെവൽ ട്രിഗറിംഗ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ട്രാപ്പ് ഈസ് റെസ്പോണ്ടിങ് ഫോർ ബോത്ത്. ഇറ്റ് ഈസ് റെസ്പോണ്ടിങ് ഫോർ ബോത്ത് എന്തായിരിക്കും? റെസ്പോണ്ടിങ് ഫോർ ബോത്ത് edge and level triggering. Trap is responding for both edge and level triggering. Important. ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. RST 7.5, RST 7.5 is edge triggering. Which of the following is edge triggering എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? RST 7.5 and rest all are എന്തായിരിക്കും? level triggering. And rest all are level triggering. This is also very important. So triggering ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും? രണ്ട് തരത്തിലുള്ള ട്രിഗറിംഗ് ഉണ്ട്. എഡ്ജ് ട്രിഗറിംഗ് ഉണ്ട്, ലെവൽ ട്രിഗറിംഗ് ഉണ്ട്. ട്രാപ്പ് എന്ന് പറഞ്ഞ ഇന്ററപ്റ്റ് ഈസ് റെസ്പോണ്ടിങ് ടു ബോത്ത് എഡ്ജ് ആൻഡ് ലെവൽ ട്രിഗറിംഗ്. RST 7.5 എന്തായിരിക്കും? RST 7.5 ഇറ്റ് ഈസ് റെസ്പോണ്ട് ടു എഡ്ജ് ട്രിഗറിംഗ് ആൻഡ് റെസ്റ്റ് ഓൾ ആർ എന്തായിരിക്കും? ലെവൽ ട്രിഗറിംഗ് എന്നും ഓർത്ത് വയ്ക്കുക. സോ ഇത്രയാണ് നമ്മുടെ ഹാർഡ്വെയർ ഇന്ററപ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഹാർഡ്വെയർ ഇന്ററപ്റ്റ് പറയുമ്പോഴത്തേക്ക് എന്താ? സോ മൊത്തത്തിൽ നമുക്ക് 5 തരത്തിലുള്ള ഹാർഡ്വെയർ ഇന്ററപ്റ്റ് ഉണ്ട്. എന്തായിരിക്കും? ട്രാപ്പ് 7.5, 6.5, 5.5 അതിന്റെ INTR. ഔട്ട് ഓഫ് ദിസ് ട്രാപ്പ് ആയിരിക്കും പ്രയോറിറ്റി കൂടുതൽ. ഈ 5 ഇന്ററപ്റ്റ് ഒരുമിച്ച് വരുവാണെങ്കിൽ ആദ്യം മൈക്രോ പ്രോസസർ അക്സെപ്റ്റ് ചെയ്യുന്ന ആരായിരിക്കും? ട്രാപ്പ് ഇന്ററപ്റ്റിനെ ആയിരിക്കും. പിന്നെ അതായിരിക്കും ട്രാപ്പ് എന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ടൈപ്പ് ഇന്ററപ്റ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഡസന്റ് ഹാവ് എനി ഇൻഫ്ലുവൻസ് ഓഫ് ഇൻപുട്ട് enable interrupt and disable interrupt options. Because whatever the microprocessor has to accept irrespective of enable and disable options. So now it is called a non-maskable type interrupt and it cannot be disabled. So the non-maskable type interrupt trap ആണ്. And disable ചെയ്യാൻ പറ്റാത്ത interrupt ഏതായിരിക്കും? നമ്മുടെ trap type interrupt ആണ്. പക്ഷേ rest interrupts are എന്തായിരിക്കും? We can enable or disable. അല്ലെ? The processor can determine whether to accept that interrupt or whether
whether to not to accept that interrupt. അത് നമ്മൾ ഓർത്ത് വെക്കുക. Triggering, two types of triggering ഉണ്ട്, edge triggering and level triggering. Trap can be responsive for both edge and level triggering, and edge triggering മാത്രമുള്ളതായിരിക്കും RST 7.5 and balance 3 are എന്തായിരിക്കും ലെവൽ ട്രിഗറിങ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇപ്പൊ ഈ മൂന്നെണ്ണത്തിനകത്ത് നിന്നും നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സോ അതുകൊണ്ട് അത് കാര്യമായിട്ട് പഠിക്കണം. ഇനി അടുത്ത എന്തായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്? അടുത്ത സോഫ്റ്റ്വെയർ അല്ലെ, അടുത്ത സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്. നെക്സ്റ്റ് ഈസ് നമ്മുടെ ഹാർഡ്വെയർ ഇന്ററപ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ്. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ്. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് പറയുമ്പോഴത്തേക്ക് എന്താ? RST 0 മുതൽ, ദാറ്റ് മീൻസ് ആണ് ഡെഫിനിഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഇന്ററപ്റ്റ്സ് ഇറ്റ് ഇസ് ടേക്സ് പ്ലേസ് ഇറ്റ്സെൽഫ് ഇൻ ദ മൈക്രോപ്രോസസർ. അതാണ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് പറയുന്നത്. therefore സ്റ്റാർട്ടിംഗ് ഫ്രം എന്തായിരിക്കും? RST 0 to RST 7 വരെ അല്ലെ, RST 0 to RST 7 വരെ. ഇപ്പൊ നമ്മളിപ്പോ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ അഡ്രസ് ലൊക്കേഷൻ ഓഫ് RST 5? വാട്ട് ഈസ് ദ അഡ്രസ് ലൊക്കേഷൻ ഓഫ് RST 5? സോറി, അഡ്രസ് അല്ല, വെക്ടർ ലൊക്കേഷൻ. RST 5ന്റെ വെക്ടർ ലൊക്കേഷൻ അത് ചോദിക്കുന്നത്. എങ്ങനെ നമ്മൾ മുമ്പത്തെ വെക്ടർ ലൊക്കേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? 5.5 എന്ന് പറയുമ്പോഴത്തേക്ക് 5.5 × 8 ചെയ്തു അല്ലേ? അതാണ് ഇവിടെ എന്തായിരിക്കും ചെയ്യുക? വെക്ടർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സെയിം ഫിനോമിനൻ എന്താ? RST 5 അല്ലേ, 5 × 8 കിട്ടും നമുക്ക് 40 കിട്ടി. ഇനി എന്തായിരിക്കും ചെയ്യുക? 40 ഡിവൈഡ് ബൈ 16 ചെയ്യുക. 16 ചെയ്യുമ്പോഴത്തേക്ക് എന്താ? 2 അല്ലെ, 2 ആകുമ്പോഴത്തേക്ക് എന്താ? 2 8 വരുന്നുണ്ട് അല്ലേ, 8 വരാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? therefore 0 0, therefore വെക്ടർ ലൊക്കേഷൻ ഈസ് എന്തായിരിക്കും? 0 0 2 8 ആണെന്ന് പറഞ്ഞു കിട്ടും അല്ലെ. സോ ഇങ്ങനെ നമുക്ക് വെക്ടർ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോന്നിന്റെയും വെക്ടർ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ എന്തായിരിക്കും? ഹൗ many restart interrupts are in 8085? How many restart interrupts are in 8085? നമ്മൾ പറഞ്ഞു എത്ര ഇന്ററപ്റ്റ്സ് ഉണ്ട് നമുക്ക്? സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? ഇപ്പം 8 സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് 8 സോഫ്റ്റ്വെയർ ഫ്രം എന്തായിരിക്കും? RST 0 to RST 7. അത് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ നമുക്ക് എത്ര ഉണ്ട്? ഹാർഡ്വെയർ മീൻസ് RST നമ്മൾ മുന്നേ പറഞ്ഞല്ലേ, ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? RST 4.5 ഇക്വലന്റ് ആണ്. therefore എന്തായിരിക്കും വരിക? RST ട്രാപ്പ് അഥവാ RST 4.5 5.5 6.5 7.5. അപ്പൊ എന്തായിരിക്കും വരിക? 4 ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ്. INTR നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാര്യം എന്താ അറിയാം? അത് റീസ്റ്റാർട്ട് ടൈപ്പ് ഇന്ററപ്റ്റ്സ് അല്ല. therefore the total interrupts is equal to എത്ര വരുന്നത്? therefore total is equal to 12 interrupts അല്ലെ, 12 restart interrupts in 8085. 12 restart interrupts in 8085. അത് ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിട്ടുണ്ട്. ഹൗ മെനി പിൻസ് ആർ ഇൻ 8085 ഫോർ ദ പർപ്പസ് ഓഫ് ഇന്ററപ്റ്റ്സ്? ഹൗ മെനി pins are in 8085 for the purpose of interrupt? എത്ര പിൻ ഉണ്ടാവും നമുക്ക് മൊത്തം 5 ഇന്ററപ്റ്റ് ഉണ്ടല്ലേ. ഏതൊക്കെയായിരിക്കും? RST 4.5 അഥവാ ട്രാപ്പ്, പിന്നെന്തായിരിക്കും? RST 5.5 6.5 7.5, പിന്നെന്തായിരിക്കും വരിക? ലാസ്റ്റ് വൺ ഈസ് INTR അല്ലെ. then 1 2 3 4 5. അത് കൂടാതെ തന്നെ നമുക്ക് ഒരു ഇന്ററപ്റ്റും കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ആ ഇന്ററപ്റ്റ് അല്ല, ആ ഇന്ററപ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? ഇന്ററപ്റ്റ് അക്നോളജ്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോ ഞാനിപ്പോ ഈ ഇന്ററപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസർ എന്റെ ഇന്ററപ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? the processor has to send an acknowledgement. ആ അക്നോളജ്മെന്റിനെ എന്ത് ചെയ്യണം? അതിനെ that we have to receive that acknowledgement. അതിനു വേണ്ടിയിട്ട് ഒരു ഇന്ററപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? therefore it is called interrupt acknowledge INTA. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore ടോട്ടൽ നമ്പർ ഓഫ് പിൻ എത്ര വരുന്നത്? ഇന്ററപ്റ്റ് 5 എണ്ണം നമ്മൾ ഹാർഡ്വെയറിന്റെ ഇന്ററപ്റ്റ്, സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എടുത്തില്ല. കാര്യം എന്താ? സോഫ്റ്റ്വെയർ നമ്മൾ മൈക്രോ പ്രോസസ്സിനുള്ളിൽ തന്നെ വരുന്നത്. therefore ടോട്ടൽ 5 ഇന്ററപ്റ്റ് പ്ലസ് ഇന്ററപ്റ്റ് അക്നോളജ്മെന്റ്. therefore നമ്പർ ഓഫ് പിൻസ് എത്ര ആയിരിക്കും വരിക? 6 പിൻസ് അല്ലെ, 6 പിൻ ആയിരിക്കും വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, കൊണ്ട് തെറ്റിക്കരുത്.
the number of pins used is 6 pins are used by the micro 8085 for the purpose of interrupt. അത് ഓർത്ത് വയ്ക്കുക. സോ ഇതാണ് നമ്മളുടെ എന്തായിരിക്കും ഇന്ററപ്റ്റ്സിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണിത്. നെക്സ്റ്റ് നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ അഡ്രസ്സിംഗ് മോഡ്സ്. Addressing modes. Addressing modes of 8085. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ register addressing. Register addressing. And the second one immediate addressing. Immediate addressing. Then third one direct or absolute addressing. Direct or absolute addressing. Fourth one indirect register addressing. Indirect register addressing. And the last one implicit or inclined addressing. Implicit or inclined addressing. So addressing modes of 8085 5 addressing modes എന്തായിരിക്കും? Register addressing, immediate, direct, പിന്നെ എന്തായിരിക്കും indirect, implicit addressing. അപ്പോൾ നമുക്ക് ഓരോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറയുകയാണ് move a comma b. അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? where move mov a comma b ആണെങ്കിൽ എന്തായിരിക്കും? where mov is called എന്തായിരിക്കും? op code അല്ലേ? ഓപ്പറേഷൻ കോഡ് അല്ലെങ്കിൽ op code എന്ന് പറയുന്നുണ്ട്. where b എന്തായിരിക്കും? where b is the operand. എന്താ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്? move a comma b കൊടുത്താൽ എന്തായിരിക്കും? the contents of the b shifted to a എന്നായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? therefore ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് നമ്മൾ എടുക്കുകയാണ്. ഫസ്റ്റ് എക്സാമ്പിൾ എന്തായിരിക്കും? move b comma c. move b comma c അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? b എന്ന് പറയുന്നത് എന്തായിരിക്കും? c എന്ന് പറയുന്ന രജിസ്റ്റർ ആണ് അല്ലേ? therefore എന്തായിരിക്കും? operand is called operand അല്ലേ? c എന്ന് പറയുന്ന operand. here എന്തായിരിക്കും? operand is the register. here operand is the register. operand is the register. and അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്കി add l എന്തായിരിക്കും വരിക? where that means എന്തായിരിക്കും? operand എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? operand is the l. operand is the register l. is the register l അല്ലേ? l നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ that means l ലുള്ള കണ്ടന്റിനെ അക്യുമുലേറ്റർ ആഡ് ചെയ്യുകയാണ് എന്നർത്ഥം. ഇറ്റ്സ് എ ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് എക്സാമ്പിൾ മൂവ് അടുത്ത ഇൻസ്ട്രക്ഷൻ mvi a, 27h. Here എന്തായിരിക്കും? data is in the instruction. 27h എന്തായിരിക്കും വരിക? 27h is the എന്തായിരിക്കും? data അല്ലെങ്കിൽ operand is the data അല്ലേ? therefore എന്തായിരിക്കും? 27h is the data. that is 27h is the data അല്ലേ? data and that means എന്തായിരിക്കും? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? that is available in the instruction. that is available in the instruction. that is available in the instruction. Then third example sta 2700h എന്തായിരിക്കും വരിക? here we can say ഇവിടെ ഡേറ്റ ആണ്. ഇവിടെ എന്തായിരിക്കും? address അല്ലേ? address is directly in the instruction അല്ലേ? address is directly in the instruction. address is directly in the instruction. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. fourth example move a comma m. ഇവിടെ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് ശ്രദ്ധിച്ചോണം. ഇത് മൂവ് a comma എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? m is the എന്തായിരിക്കും? hl എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്. hl bc എന്തായിരിക്കും? BCDE HL എന്ന് പറയുന്ന രജിസ്റ്റർ അല്ലേ? അപ്പോൾ HL എന്ന രജിസ്റ്റർ നമ്മൾ m വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. വേറെ HL is the register pair. HL is the register pair. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇതൊരു മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ
എന്തായിരിക്കും HL എന്ന് പറയുന്ന ഇതായിരിക്കും ഞാൻ M എന്ന് പറയുന്ന മെമ്മറിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായിരിക്കും M മീൻസ് എന്തായിരിക്കും കണ്ടന്റ്സ് അവൈലബിൾ ഇൻ ദ HL അല്ലെ. എന്തായിരിക്കും ദാറ്റ് ഇറ്റ് ഈസ് മൂവ് ടു അക്യുമുലേറ്റർ. ദെയർഫോർ അപ്പൊ എന്ത് പറയാൻ പറ്റും? ദെയർഫോർ എന്താ തന്നിരിക്കുന്നത്? HL ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷെ എന്ത് തന്നിട്ടുണ്ട്? അഡ്രസ് തന്നിട്ടുണ്ട് അല്ലെ. അഡ്രസ് ഓഫ് ഓപ്പറാൻഡ് ഇൻ രജിസ്റ്റർ പെയർ അല്ലെ. ദെയർഫോർ അഡ്രസ് ഓഫ് ഓപ്പറാൻഡ് ഇൻ രജിസ്റ്റർ പെയർ. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് ചോദിക്കണം കേട്ടോ. നമുക്ക് സെഷൻസ് അറേഞ്ച് ചെയ്യാം. കാര്യം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് കാര്യം അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ. ദെൻ CMA, അടുത്തത് CMA ഓർ RLC. ഞാൻ പറയണം RLC. എന്തായിരിക്കും സംഭവിക്കുക? ഓപ്പറാൻഡ് മീനിങ് ഈസ് ഇൻ ദ ഓപ്കോഡ് ഇറ്റ്സെൽഫ് അല്ലെ. ഓപ്പറാൻഡ് ഈസ് ഇൻ ദ opcode itself. Opcode itself. And it is not separately defined. And it is not separately defined. So, ഇപ്പൊ നമ്മളിപ്പോ ഈ 5 എക്സാമ്പിൾ നമ്മൾ എഴുതി. ഇപ്പൊ നമ്മൾ നോക്കിയ ഫസ്റ്റ് നമുക്ക് നോക്കാം മൂവ് B, മൂവ് B, C എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? C എന്ന് പറഞ്ഞ രജിസ്റ്റർ ആണ് അല്ലെ. C is a register. That C is operand and it is a register. Therefore it is called എന്തായിരിക്കും? It is called first example is called എന്തായിരിക്കും? It is called register addressing അല്ലെ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? It is called register addressing. It is called the register addressing. And MVI A27H എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മുടെ ഇൻസ്ട്രക്ഷൻ തന്നെ എന്ത് തന്നിട്ടുണ്ട്? ഏത് 27 എന്ന് പറയുന്ന എന്തായിരിക്കും ഡേറ്റ എയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. Therefore it is called എന്തായിരിക്കും? Immediate addressing അല്ലെ. It is called immediate addressing mode. Immediate addressing. Then STA2700, that means എന്തായിരിക്കും? അഡ്രസ് ലൊക്കേഷൻ ഡയറക്റ്റ് വരികയാണ് അല്ലെ. It is called എന്തായിരിക്കും? Direct addressing. It is called direct addressing. Then move A, M. ഇവിടെ നിന്നായിരിക്കും ഇവിടെ രജിസ്റ്റർ HL എന്ന് പറയുന്ന രജിസ്റ്റർ തന്നിരിക്കുന്നത്. ആ HL എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ എന്താണ് മെമ്മറി ലൊക്കേഷൻ തന്നിരിക്കുന്നത് അല്ലെ. Therefore address of the operand in register pair അല്ലെ. That means എന്ത് ചെയ്യുന്നത്? ഓപ്പറാൻഡിന്റെ മെമ്മറി ഓപ്പറാൻഡിന്റെ അഡ്രസ് തന്നിരിക്കുന്നത്. ആ ഓപ്പറാൻഡിന്റെ അഡ്രസ് HL എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ അഡ്രസ് M ലാണ് തന്നിരിക്കുന്നത്. Therefore എന്തായിരിക്കും? Therefore it is called എന്തായിരിക്കും? Therefore address of operand in M എന്ന് പറയുന്ന ഓപ്പറൻഡ് ആണ്. അതിന്റെ അഡ്രസ് എങ്ങനെ ആയിരിക്കും? HL എന്ന് പറയുന്ന രജിസ്റ്റർ പേരിലാണ് തന്നിരിക്കുന്നത്. Therefore it is called indirect addressing. It is called എന്തായിരിക്കും? Indirect addressing. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ സെഷൻസ് അറേഞ്ച് ചെയ്യണം, നമുക്ക് ചോദിക്കുക കേട്ടോ. അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്. Indirect addressing. And last one is CMA means എന്തായിരിക്കും? It is called എന്തായിരിക്കും? Implicit or inclined address. That means CMA RLC എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇവിടെ ഒരു ഓപ്പറാൻഡ് ഒന്നുമില്ല, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ തന്നെ ആയിരിക്കും ഓപ്പറാൻഡ് ഉള്ളത്. Therefore എന്തായിരിക്കും? It is called implicit or inclined addressing. Implicit or inclined addressing. So ഈ അഡ്രസ്സിംഗ് മോഡ്സ് കൊടുത്തു നോക്കിയാൽ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഇത് വർക്ക്ഔട്ട് ഇത് ഗോ ത്രൂ ചെയ്തിട്ട് ഒരു ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അഡ്രസ്സിംഗ് മോഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അതിന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ബെറ്റർ നമുക്കത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ദിവസം ഈ നോട്ട്സ് വായിച്ച ശേഷം എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. നമുക്ക് ഒരു ദിവസം ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാനാണ്. പിന്നെ അടുത്ത് നമ്മൾ പറയുന്നത് എന്തായിരിക്കും? സോ ഇപ്പൊ ഈ ജനറൽ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ബാക്കി നമുക്ക് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ പിൻ ഡയഗ്രാം ഓഫ് 8085. ഇപ്പൊ ഒരു പിൻ ഡയഗ്രാം ഓഫ് 8085 നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പിൻ ഡയഗ്രാം ഓഫ് 8085 അപ്പൊ അതിനകത്ത് പിൻ ഡയഗ്രാം ഒക്കെ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ടാവും. നമ്മളിപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. 8085 IC ആണെങ്കിൽ എന്തായിരിക്കും? അഡ്രസ്സിംഗ് മോഡ്സ്, ഡേറ്റ മോഡ് നമ്മൾ പറയുന്നില്ല. നമ്മളിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് വേണ്ടത് X1 എന്തായിരിക്കും? ഇത് X2. ഈ X2 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്ര ആയിരിക്കും? 6 മെഗാഹെർട്സ് ഫ്രീക്വൻസിയാണ്. 6 മെഗാഹെർട്സ് ഫ്രീക്വൻസിയാണ് ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഫ്രീക്വൻസി എന്നാണ് നമ്മൾ പറയുന്നത്. എക്സ്റ്റേണൽ ഫ്രീക്വൻസി. ഇപ്പൊ 8085 മൈക്രോപ്രോസറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? 8085 മൈക്രോപ്രോസർ ആണ്. അതിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി 3 മെഗാഹെർട്സ് ആണ് അല്ലെ. അപ്പോഴത്തേക്ക് എന്താ 5 വോൾട്ട് ആണ്. ഇറ്റ് ഈസ് യൂസിങ് എൻമോസ് ടെക്നോളജി എന്ന് പറയാൻ പറ്റും. പിന്നെ എന്തായിരിക്കും? അതിന് 40 എന്തായിരിക്കും? DIP നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്തൊരു ഫോർമുല ഉണ്ട്. ഇപ്പൊ നമുക്ക് ക്ലോക്ക് ഫ്രീക്വൻസി എത്ര? ക്ലോക്ക് ഫ്രീക്വൻസി 3 മെഗാഹെർട്സ്. Therefore clock frequency is equal to
എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ക്ലോക്ക് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ക്രിസ്റ്റൽ ഫ്രീക്വൻസി ബൈ 2. ഇവിടെ എത്ര ക്രിസ്റ്റൽ ഫ്രീക്വൻസി? 6 ഡിവൈഡ് ബൈ 2, therefore is equal to 3 മെഗാഹെർട്സ് നമുക്ക് കിട്ടും അല്ലേ? therefore 6 മെഗാഹെർട്സ് ആണ്. 6 മെഗാഹെർട്സ് ഡിവൈഡ് ബൈ 2 നമുക്ക് 3 മെഗാഹെർട്സ് കിട്ടും. അതാണ് നമ്മളുടെ എന്ത് പറയുന്നത്? നമ്മുടെ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ക്ലോക്ക് ഫ്രീക്വൻസി നമ്മുടെ എക്സ്റ്റേണൽ ഫ്രീക്വൻസിയെ ഡ്രൈവ് ചെയ്യുന്ന എന്തായിരിക്കും? നമ്മുടെ പിന്നെ എന്ന് പറയുന്നത് x1 ഉം x2 ആണ്. x3 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ എക്സ്റ്റേണൽ IC അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എന്തായിരിക്കും? നമ്മുടെ പ്രോസസർ കൊടുക്കുന്ന ഫ്രീക്വൻസിയാണ് നമ്മുടെ x3 എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ഫ്രീക്വൻസി പറയുന്നത്, ടു ഡ്രൈവ് അതർ ICs. ഈ x1 x2 എന്ന് പറഞ്ഞ ഫ്രീക്വൻസി എന്തായിരിക്കും? ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് ഇന്ററപ്റ്റ്സ്. അത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് മൈക്രോ പ്രോസസർ ആണെങ്കിൽ, സോ ദിസ് ഈസ് എ മൈക്രോ പ്രോസസർ, and it is a input output device. It is a input output device and it is a memory. This is a memory. This is a memory. ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് പറയുന്നത് അറിയോ? നമുക്ക് 3 പിൻ ഉണ്ട്. എന്തായിരിക്കും? ഇൻപുട്ട് ഔട്ട്പുട്ട് ബൈ മെമ്മറി സ്ലാഷ്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും വരിക. 3 ഇൻപുട്ട് ഉണ്ട്. എന്തായിരിക്കും? ഇൻപുട്ട് ഔട്ട്പുട്ട് ബൈ മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി സ്ലാഷ് S1 S0, S1 and another one is S0. സോ എന്തായിരിക്കും? മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇപ്പൊ നമ്മൾ പറയാണ് മൈക്രോ പ്രോസസർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇപ്പൊ നമ്മൾ പറയാണ് IO/M ബാർ ഇതിന്റെ സ്റ്റാറ്റസ് പറയാണ്. ദാറ്റ് മീൻസ് if the processor is communicating to IO device ആണെങ്കിൽ എന്തായിരിക്കും? IO/M bar എന്ന് പറയുന്ന സ്റ്റാറ്റസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് പിന്നാണ് സ്റ്റാറ്റസ് എന്തായിരിക്കും? സ്റ്റാറ്റസ് ഈസ് 1. ഓർത്ത് വയ്ക്കുക. ആൻഡ് if the processor is communicating to memory, ആണെങ്കിൽ എന്തായിരിക്കും? IO input output by M bar is equal to എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? If the processor is communicating to IO device ആണെങ്കിൽ, if MUP is communicating to IO device ആണെങ്കിൽ എന്തായിരിക്കും? IO bar input output bar M bar is equal to എന്തായിരിക്കും? 1 ഉം it is communicating to memory ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? input output slash M bar എന്തായിരിക്കും? it is equal to 0. അത് ഓർത്ത് വയ്ക്കുക. സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട, ആ ഒരു സ്റ്റാറ്റസ് മാത്രം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് S1 S0 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ മൂന്നെണ്ണം പഠിച്ചില്ലേ? S1 ഉണ്ട്, S0 ഉണ്ട്. വേർ S1 IO/M bar S1 and S0. S1 and S0 are called the status signals. Where S1 and S0 are called the S1 and S0 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? called the status signals. ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കുക. MVI മൂവ് ഇമ്മീഡിയറ്റ്ലി C,27H എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ചു ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചു ഇന്ന ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് കമ്പൈൻഡ് ഓഫ് എന്തായിരിക്കും? ഫെച്ച് സൈക്കിൾ പ്ലസ് എക്സിക്യൂഷൻ സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? Therefore ഇപ്പൊ നമ്മൾ പറയുകയാണ്, ഇപ്പൊ നമ്മളെ ഇത് മെമ്മറി ലൊക്കേഷൻ ആണ്. Therefore MVIC മൂവ് ഇമ്മീഡിയറ്റ് ഇതൊരു എന്താ പറയുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. ഇത് മൈക്രോ പ്രോസസർ ആണ് അല്ലെ? Therefore എന്തായിരിക്കും? ഈ ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഫെച്ച് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഫെച്ച് ഓപ്പറേഷൻ മീൻസ് ഇപ്പോ മൈക്രോപ്രോസസർ ഇപ്പോൾ MVI C27H എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ എന്ന് വിചാരിക്കുക. അതിനകത്ത് എന്തായിരിക്കും? ഇപ്പം അത് MVI എന്ന് പറയുന്ന മൂവ് ഇമ്മീഡിയറ്റ്ലി ടു C രജിസ്റ്റർ അല്ലെ? 27H എന്ന് പറയുന്ന ഡേറ്റ ഇതായിരിക്കും ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ C എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് പോകാൻ പോവാണ്. അപ്പൊ നമ്മളിപ്പോ നോക്കുക. ഇപ്പൊ നമ്മൾ രണ്ട് ഓപ്പറേഷൻ പറയും. ഇപ്പൊ രണ്ട് സ്റ്റാറ്റസ് സിഗ്നൽസിനെ പറ്റി പറയാണ്. S1 S0 ഇത് ഓപ്പറേഷൻ ആണെങ്കിൽ S1 S0 ഓപ്പറേഷൻ ആണെങ്കിൽ എന്തായിരിക്കും? S1 എന്താ? S1 0 0
0 1 1 0 1 1. അങ്ങനെയാണെങ്കിൽ 0 0 ആകുമ്പോഴത്തേക്ക് എന്താ halt. That means no operation. 0 1 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക റൈറ്റ് ഓപ്പറേഷൻ. ഓർത്ത് വയ്ക്കുക 0 1 S1 0യും S0 1 ആകുമ്പോഴത്തേക്ക് എന്താ റൈറ്റ് ഓപ്പറേഷൻ. 1ഉം 0 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക റീഡ് ഓപ്പറേഷൻ. നമ്മൾ ഒരു എന്താ പറയുക നോട്ട് എഴുതിയാൽ മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് റൈറ്റ് വരും, പിന്നെ എന്തായിരിക്കും റീഡ് ഓപ്പറേഷൻ വരിക. 1ഉം 1ഉം വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക ഫെച്ച് ഓപ്പറേഷൻ. ദാറ്റ് മീൻസ് എന്തായിരിക്കും നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ എന്തായി ഫെച്ച് ഓപ്പറേഷൻ ആയി, എന്തായിരിക്കും റീഡ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, പിന്നെ എന്തായിരിക്കും റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ IO ബാർ M ബാർ അല്ലെ. ദാറ്റ് മീൻസ് ഇഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ബാർ M ബാർ എന്ന് പറയുന്നതായിരിക്കും. ഇഫ് IO M ബാർ അതിന്റെ സ്റ്റാറ്റസ് ഞാൻ പറയുകയാണെന്നായിരിക്കും. ഫസ്റ്റ് സ്റ്റാറ്റസ് ഞാൻ പറയാണ് 1 1 1 1 ആണെങ്കിൽ നമ്മൾ S1 S0 ഇതായിരിക്കും 0 0 0 1 1 0 1 1. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും S1 അപ്പം ഈ സ്റ്റാറ്റസ് ആകുമ്പോഴത്തേക്ക് എന്താ IO/M ബാർ അത് 1 ആണ്. 1 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക that is the 1 means the process is communicating to എന്തായിരിക്കും ഡിവൈസ് അല്ലെ. the process is communicating to device. അപ്പൊ എന്തായിരിക്കും വരിക ഓപ്പറേഷൻ എന്താണ് halt അല്ലെ. ഫസ്റ്റ് എന്തായിരിക്കും 0 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 0 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ IO ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്. അടുത്തായിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, പിന്നെ എന്തായിരിക്കും ഫെച്ച് ഓപ്പറേഷൻ. അടുത്തത് സെയിം തന്നെ നമ്മൾ IO/M ബാർ S1 S0 0 0 0 1 1 0 1 1. അപ്പോൾ എന്തായിരിക്കും വരിക ഇത് അടുത്ത സ്റ്റാറ്റസ് എന്താ 0 0 0 0. അപ്പോഴത്തേക്ക് എന്തായിരിക്കും 0 0 0 മീൻസ് എന്തായിരിക്കും വരിക the processor is communicating to memory. അപ്പോൾ എന്തായിരിക്കും വരിക this is memory read, sorry this is memory write and this is എന്തായിരിക്കും memory read. ഓർത്ത് വയ്ക്കുക നമ്മൾ IO റൈറ്റ് IO റീഡ് ആവുന്ന കണ്ടീഷൻ, മെമ്മറി റൈറ്റ് മെമ്മറി റീഡ് ആവുന്ന കണ്ടീഷൻ. സോ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. കാര്യം ഇതിനകത്ത് നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മനസ്സിലാവും. ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതെന്തായിരിക്കും ഇത് halt, ഇതെന്തായിരിക്കും this nothing but fetch operation അല്ലെ. സോ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളതായിരിക്കും ഇന്ററപ്റ്റ്സിനെ പറ്റി പഠിക്കുക. എന്താണ് ഇന്ററപ്റ്റ്സ് എന്നുള്ള കാര്യം പഠിക്കുക. ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് പഠിക്കുക, സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് പഠിക്കുക. പിന്നെ എന്തായിരിക്കും പിന്നെ നമുക്ക് അതിന്റെ പ്രയോറിറ്റി, മാസ്കബിൾ നോൺ മാസ്കബിൾ ടൈപ്പ് ട്രിഗറിങ് നോക്കുക. അഡ്രസ്സിംഗ് മോഡ്സ് നോക്കുക. അഡ്രസ്സിംഗ് മോഡ്സ് ഞാൻ പറയുന്നത് നിങ്ങൾ ഗോ ത്രൂ ചെയ്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് വിൽ അറേഞ്ച് വൺ സെഷൻ. സോ ദാറ്റ് ഈസ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. സോ ഇതിന്റെ തിയറി പാർട്ട് നമ്മൾ ഒരു കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.